മുൻ എംഎൽഎ പി.വി. അൻവറിനെതിരെ ഫോൺ ചോർത്തൽ കേസിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു. ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശങ്ങളെ തുടർന്നാണ് ഈ സുപ്രധാന നടപടി. രാജ്യത്തെ നിയമവ്യവസ്ഥയുടെയും പൗരന്റെ സ്വകാര്യതയുടെയും സംരക്ഷണത്തിൽ കോടതിയുടെ ഇടപെടൽ എത്രത്തോളം നിർണായകമാണെന്ന് ഈ സംഭവം അടിവരയിടുന്നു. കൊല്ലം സ്വദേശിയായ മുരുകേഷ് നരേന്ദ്രൻ എന്ന വ്യക്തിയുടെ പരാതിയിലാണ് പോലീസ് ഇപ്പോൾ നിയമ നടപടികളിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഈ കേസിന്റെ വേരുകൾ ചെന്നെത്തുന്നത് മുമ്പ് പി.വി. അൻവർ നടത്തിയ ഒരു വെളിപ്പെടുത്തലിലേക്കാണ്. പോലീസുകാരുൾപ്പെടെ നിരവധി വ്യക്തികളുടെ ഫോൺ കോളുകൾ താൻ ചോർത്തിയതായി അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിൽ തുറന്നു പറഞ്ഞിരുന്നു. ഈ വെളിപ്പെടുത്തൽ നിയമവിദഗ്ധർക്കിടയിലും പൊതുസമൂഹത്തിലും വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരുന്നു. മുരുകേഷ് നരേന്ദ്രൻ എന്ന പരാതിക്കാരൻ അൻവറിന്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് മുമ്പ് പോലീസിൽ പരാതി നൽകിയിരുന്നു. അതിൽ തന്റെ ഫോണും ചോർത്തിപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ ഈ പരാതിയിൽ പോലീസ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാതിരുന്നതിനെ തുടർന്ന് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കാൻ നിർബന്ധിതനായി. ഈ നിയമപരമായ പോരാട്ടമാണ് ഇപ്പോൾ കേസെടുക്കുന്നതിലേക്ക് നയിച്ചത്. മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരായി മൊഴി നൽകിയതിനു ശേഷമാണ് മുരുകേഷ് നരേന്ദ്രന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്തത്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, ടെലികമ്മ്യൂണിക്കേഷൻ ആക്ട് എന്നിവയുടെ പ്രസക്തമായ വകുപ്പുകൾ പ്രകാരമാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ഈ വകുപ്പുകൾ പൗരന്മാരുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിനും സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും ലക്ഷ്യമിട്ടുള്ളവയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ നിയമപരമായ പ്രാധാന്യം വളരെ വലുതാണ്. പി.വി. അൻവർ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ മലപ്പുറം ഗസ്റ്റ് ഹൗസിൽ നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിലാണ് താൻ നടത്തിയ ഫോൺ ചോർത്തലുകളെ കുറിച്ച് വെളിപ്പെടുത്തിയത്. ഈ വെളിപ്പെടുത്തൽ ഒരു ജനപ്രതിനിധിയിൽ നിന്ന് വരുമ്പോൾ അത് എത്രമാത്രം ഗൗരവതരമാണെന്നത് സമൂഹം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒരു വ്യക്തിയുടെ ഫോൺ സംഭാഷണങ്ങൾ ചോർത്തുന്നത് അവരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം മാത്രമല്ല, അത് ഭരണകൂട സംവിധാനങ്ങളിലുള്ള വിശ്വാസ്യതയെയും ചോദ്യം ചെയ്യുന്നു. പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുടെ ഫോൺ വിവരങ്ങൾ ചോർത്തപ്പെടുന്നുവെന്ന വെളിപ്പെടുത്തൽ ക്രമസമാധാന പാലന സംവിധാനത്തിന് തന്നെ വെല്ലുവിളിയായി മാറും. ഈ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് മുരുകേഷ് നരേന്ദ്രൻ പരാതിയുമായി രംഗത്തെത്തിയത്. തന്റെ ഫോൺ ചോർത്തപ്പെട്ടുവെന്നും ഇതിന് പിന്നിൽ നിയമവിരുദ്ധമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കാമെന്നും അദ്ദേഹം പരാതിയിൽ ആരോപിച്ചു. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഈ പരാതിയിൽ കാലതാമസം ഉണ്ടായതായി മുരുകേഷ് നരേന്ദ്രന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. ഒരു ജനപ്രതിനിധിയുടെ വെളിപ്പെടുത്തൽ ഇത്രയും ഗുരുതരമായിട്ടും പോലീസ് ഉദ്യോഗസ്ഥർ വേണ്ടത്ര താല്പര്യം കാണിച്ചില്ലെന്ന ആരോപണം നീതിന്യായ വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമാണ്. ഈ പശ്ചാത്തലത്തിൽ നീതി ഉറപ്പാക്കാൻ ഹൈക്കോടതിയുടെ ഇടപെടൽ അനിവാര്യമായി തീർന്നു. കോടതിയുടെ ഇടപെടൽ ഇല്ലായിരുന്നെങ്കിൽ ഈ കേസ് തുടർ നടപടികളില്ലാതെ ഒതുങ്ങിപ്പോകാൻ സാധ്യതയുണ്ടായിരുന്നതായി പലരും വിലയിരുത്തുന്നു. കോടതിയുടെ ഉത്തരവ് പോലീസിന് ഈ വിഷയത്തിൽ തുടർ നടപടികൾ എടുക്കേണ്ടത് നിർബന്ധിതമാക്കി. ഇത് നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് ഉറപ്പുവരുത്തുന്നതിന് സഹായകരമാകും. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, ടെലികമ്മ്യൂണിക്കേഷൻ ആക്ട് എന്നിവ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഈ നിയമങ്ങൾ സൈബർ സുരക്ഷയ്ക്കും വ്യക്തികളുടെ സ്വകാര്യതയ്ക്കും വലിയ പ്രാധാന്യം നൽകുന്നു. ഒരു വ്യക്തിയുടെ ആശയവിനിമയ സ്വാതന്ത്ര്യവും വിവരങ്ങളുടെ സ്വകാര്യതയും സംരക്ഷിക്കപ്പെടണമെന്ന് ഈ നിയമങ്ങൾ അനുശാസിക്കുന്നു. ഈ കേസിലെ അന്വേഷണം ഈ നിയമങ്ങളുടെ വ്യാപ്തിയും പ്രസക്തിയും കൂടുതൽ വ്യക്തമാക്കുന്ന ഒന്നായിരിക്കും. മുമ്പ് അൻവർ നടത്തിയിരുന്ന വെളിപ്പെടുത്തലുകൾ സത്യമായിരുന്നോ എങ്കിൽ എന്തിനു വേണ്ടിയാണ് ഫോൺ കോളുകൾ ചോർത്തിയത്, ചോർത്തപ്പെട്ട വിവരങ്ങൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതുണ്ട്. കൂടാതെ ഈ കേസ് ഉയർത്തുന്ന മറ്റൊരു പ്രധാന ചോദ്യം നിയമനിർമ്മാണ സഭകളിലിരിക്കുന്ന വ്യക്തികൾക്ക് എത്രമാത്രം നിയമപരമായ പരിരക്ഷയുണ്ട് എന്നതാണ്. ഒരു ജനപ്രതിനിധി നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്താൽ പോലും അവർക്കെതിരെ നടപടിയെടുക്കാൻ നിയമം കാലതാമസം വരുത്തുന്നുണ്ടോ എന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. രാഷ്ട്രീയ സ്വാധീനങ്ങളില്ലാതെ നീതി നടപ്പാക്കാൻ നീതിന്യായ വ്യവസ്ഥയുടെ സജീവമായ ഇടപെടൽ അത്യാവശ്യമാണെന്ന് ഈ കേസ് തെളിയിക്കുന്നു. ഈ സംഭവത്തിന് രാഷ്ട്രീയ സാമൂഹിക പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയത്തെ രാഷ്ട്രീയ ആയുധമാക്കാൻ സാധ്യതയുണ്ട്. അതേസമയം ഭരണകക്ഷി ഈ വിഷയത്തിൽ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നത് ഉറ്റുനോക്കേണ്ട കാര്യമാണ്. സാധാരണ ജനങ്ങൾക്ക് നിയമ സംവിധാനങ്ങളിലുള്ള വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ പോലീസിനും സർക്കാരിനും ഈ കേസ് ഒരു പരീക്ഷണമായിരിക്കും. ഈ കേസിന്റെ തുടർ നടപടികൾ നിഷ്പക്ഷവും സമയബന്ധിതവുമാക്കേണ്ടത് നീതിയുടെ താല്പര്യത്തിന് അനിവാര്യമാണ്. ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ ഒരുതരം ഭയവും അരക്ഷിതാവസ്ഥയും സൃഷ്ടിക്കാൻ ഇടയാക്കും. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നിയമ നടപടികളും പൊതുബോധവൽക്കരണവും ആവശ്യമാണ്. ഫോൺ ചോർത്തൽ കേസിൽ പി.വി. അൻവറിനെതിരെ കേസെടുത്തത് ഈ ദിശയിലുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ്. ഇനി ഈ കേസിന്റെ അന്വേഷണ പുരോഗതിയും കോടതിയിലെ വിചാരണയും എങ്ങനെയായിരിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഹൈക്കോടതിയുടെ ഇടപെടൽ ഈ കേസിന് നൽകിയിട്ടുള്ള പ്രാധാന്യം വളരെ വലുതാണ്. നീതിയുടെ വിജയം ഉറപ്പാക്കാൻ എല്ലാ തലങ്ങളിലും ശക്തമായ നിരീക്ഷണവും ഇടപെടലും ആവശ്യമായി വന്നേക്കാം.